നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായെങ്കിലും പെടുന്നതിനെ ടാപ്പിംഗ് പുനരാരംഭിക്കാനാവില്ലെന്നാണ് ഉൽപ്പാദകരുടെ പക്ഷം. റബ്ബർ ഷീറ്റ് ക്ഷാമത്തിനിടയിൽ വ്യവസായികൾ വില ഉയർത്തിയത് സ്റ്റോക്കിസ്റ്റുകളെ ആകർഷിച്ചു. 4ാം ഗ്രേഡ് റബ്ബർ വില 3 രൂപ ഉയർന്നു 249 രൂപയ്ക്ക് ഇടപാടുകൾ നടന്നു. 5ാം ഗ്രേഡ് 242 രൂപയിൽ നിന്നും 245 രൂപയായി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 410 യെന്നായി ഉയർന്നു. കൂടിയ വിലയ്ക്ക് വാങ്ങിക്കൂട്ടി ടയർ കമ്പനികൾ. ഡിമാൻഡ് വർദ്ധിച്ചെങ്കിലും കർഷകരുടെ പക്കൽ വേണ്ടത്ര ചരക്കില്ലാത്ത സ്ഥിതിയാണ്. കനത്ത വേനൽ ചൂടിൽ ഇത്തവണ ഉൽപ്പാദനം നേർപകുതിയായി കുറഞ്ഞിരുന്നു. ആഭ്യന്തര റബ്ബർ വില വീണ്ടും 250 രൂപയിലേക്ക്. ചരക്ക് ക്ഷാമം രൂക്ഷം. കൂടിയ വിലയ്ക്ക് വാങ്ങിക്കൂട്ടി ടയർ കമ്പനികൾ. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ആവേശം പകർന്ന് വില വീണ്ടും 250ലേക്ക് അടുക്കുന്നു. എന്നാൽ ചരക്ക് ക്ഷാമം രൂക്ഷമായതോടെ പലയിടങ്ങളിലും ടയർ കമ്പനികൾ വ്യാപാരികൾ വഴി ഇതിലും കൂടിയ നിരക്കിൽ റബ്ബർ ശേഖരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വില 250 കടന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. രാജ്യാന്തര റബ്ബർ വില ആഭ്യന്തര നിരക്കിനേക്കാൾ 22 രൂപ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി വർദ്ധിപ്പിച്ച് ആഭ്യന്തര വില താഴ്ത്തുകയെന്ന സമ്മർദ്ദതന്ത്രം ഫലിച്ചേക്കില്ല. തായ്ലൻഡിലും മലേഷ്യയിലും ഇത്തവണ റബ്ബർ ഉൽപ്പാദനത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ ആവശ്യമായത്ര റബ്ബർ വിപണിയിലേക്ക് എത്തിക്കാൻ പ്രധാന ഉൽപ്പാദന രാജ്യങ്ങൾക്ക് സാധിച്ചേക്കില്ല. ഡിമാൻഡ് കൂടുതൽ. കോട്ടയം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ 248 രൂപയ്ക്ക് വരെയും വ്യാപാരികൾ ചരക്ക് ശേഖരിക്കുന്നുണ്ട്. 250 രൂപയ്ക്ക് മുകളിലാണ് ഈ ചരക്കുകൾ ടയർ കമ്പനികൾക്ക് വ്യാപാരികൾ നൽകുന്നത്. ഡിമാൻഡ് വർദ്ധിച്ചെങ്കിലും കർഷകരുടെ പക്കൽ വേണ്ടത്ര ചരക്കില്ലാത്ത സ്ഥിതിയാണ്. കനത്ത വേനൽച്ചൂടിൽ ഇത്തവണ ഉൽപ്പാദനം നേർപകുതിയായി കുറഞ്ഞിരുന്നു. വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ വ്യാപാരികൾ കാര്യമായി ചരക്ക് സൂക്ഷിച്ചിരുന്നു. എന്നാൽ കർഷകരുടെ കൈവശം വേണ്ടത്ര സ്റ്റോക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കാര്യമായ നേട്ടമില്ല. വില കൂടിയെങ്കിലും ചൂട് കാരണം തോട്ടങ്ങളിൽ ടാപ്പിംഗ് കാര്യമായി നടക്കുന്നില്ല. മഴ ശക്തമാകാതെ ടാപ്പിംഗ് തുടങ്ങിയാലും കാര്യമില്ലെന്നാണ് കർഷകർ പറയുന്നത്. ക്രൂഡ് ഓയിൽ ഇഫക്റ്റ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ റബ്ബർ വില കൂടുന്നത് യാദൃച്ഛികമല്ല. മുമ്പും ഇത്തരത്തിൽ ക്രൂഡ് വിലക്കയറ്റത്തോടനുബന്ധിച്ച് റബ്ബർ വില കൂടിയിരുന്നു. സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു ക്രൂഡ് ഓയിൽ ആണ്. ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ സിന്തറ്റിക് റബ്ബറിൻ്റെ വിലയും വർദ്ധിക്കും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഇതാണ്. സിന്തറ്റിക് റബ്ബർ ചെലവേറിയതിനാൽ പ്രകൃതിദത്ത റബ്ബറിലേക്ക് വ്യാവസായിക ലോകം മാറും. പ്രകൃതിദത്ത റബ്ബറിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കൂടാനുള്ള കാരണവും ഇതുതന്നെ. വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും റെക്കോർഡ് ഇടിവ്. 2 ദിവസം കൊണ്ട് കുറഞ്ഞത് 1000 രൂപ കിൻഡലിന്. നാളികേര മേഖലയെ ഞെട്ടിച്ച് തുടർച്ചയായ 2ാം ദിവസവും വെളിച്ചെണ്ണ വില കിൻഡലിന് 500 രൂപ കാങ്കയെ തിടിഞ്ഞു. സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ കൊപ്രയാട്ട് മില്ലുകാർ നടത്തിയ തിരക്കിട്ട നീക്കങ്ങളാണ് 2 ദിവസം കൊണ്ട് 1000 രൂപയുടെ തിരിച്ചടിക്ക് കാരണമായത്. എണ്ണയുടെ വില തകർച്ച കൊപ്ര സ്റ്റോക്കിസ്റ്റുകളിലും ഭീതി പരത്തി. തമിഴ്നാട്ടിൽ കൊപ്ര വില ഇന്ന് 400 രൂപ കുറഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ 100 രൂപ വീതം താഴ്ന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ അറബ് രാജ്യങ്ങളിലേക്കുള്ള എണ്ണയുടെയും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി ചുരുങ്ങിയത് നാളികേര വിപണിയെ ബാധിച്ചു. കയറ്റുമതിക്കാരുടെ തിരിച്ചുവരവ് വിപണിക്ക് പുതുജീവൻ പകരാമെങ്കിലും സംഘർഷിതാവസ്ഥയ്ക്ക് അയവ് വന്നാൽ മാത്രം അവർ ചരക്ക് സംഭരണം പുനരാരംഭിക്കൂ. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് സംഭരണ രംഗത്തുണ്ടെങ്കിലും മധ്യവർത്തികൾ ചരക്ക് വിൽപ്പന നിയന്ത്രിച്ചതിനാൽ ഉൽപ്പന്ന വില സ്റ്റഡിയായി നിലകൊണ്ടു. ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ വിപണി ചൂടുപിടിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് കാർഷിക മേഖല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 707 രൂപയിൽ വിപണനം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.